പാകിസ്ഥാൻ രണ്ടായി പിളരുന്നു. ആ വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടണം. ഇന്ത്യയുടെ കൂടി ഒരു സഹായം ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടാൽ പാകിസ്ഥാൻ പിന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. എന്താണ് ബലൂചിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാട്? തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, പാകിസ്ഥാനിലെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളാണ്, ആ രാജ്യം പിളരാൻ പോകുന്നു. ഇതിന് ശേഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്നലെയും അവിടെ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ കൂടി പോവുകയായിരുന്ന ഒരു ബസ്സും മറ്റ് ട്രക്കും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അതിലുള്ള ആൾക്കാരുടെ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ചതിന് ശേഷം 7 പേരെ വെടിവെച്ചു കൊന്നു. ഈ 7 പേരും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. ഈ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങളൊരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിച്ച് ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് എതിര് നിൽക്കുന്ന ആളുകൾ ആരാണോ അവരെ എതിരിടുന്നതിനൊപ്പം തന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിലെ 7 ജില്ലകളിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതൊരു കലാപമായി പൊട്ടിത്തെറിക്കാം. ഇത് പറഞ്ഞത് നമ്മളാരുമല്ല, അവിടുത്തെ മൗലാന ഫസർ ഉൾ റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ പാർലമെൻറ്റ് അംഗമാണ്. അദ്ദേഹം ഈ പാകിസ്ഥാനിലെ അസംബ്ലിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് 1971 എങ്ങനെയാണോ ബംഗ്ലാദേശ് പാകിസ്ഥാൻ വിഭജിച്ച് പുറത്തേക്ക് പോയത്, അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ വിഭജിക്കും. ബലൂചിസ്ഥാൻ വിഭജിച്ചാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യ എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം പാകിസ്ഥാൻ്റെ വിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാനാണ്. ആ ബലൂചിസ്ഥാൻ ഒരു ഭാഗം മൊത്തമായിട്ട് മാറിയാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ പിന്നെ എന്താകും? ആ രാജ്യം വളരെ ചെറുതായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഇന്ത്യൻ സേനയാണെന്നും റോ ആണെന്നും ആരോപണം ഉന്നയിക്കുന്നത്. നമ്മളൊന്നും മിണ്ടുന്നില്ല. ഈ മിണ്ടാത്തതിൻ്റെ കാരണം എന്താ അറിയാം? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാക് ഒക്കുപ്പഡ് കാശ്മീരിൽ ഹമാസിൻ്റെ ചില നേതാക്കളെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊണ്ടുവന്നു. അപ്പോൾ ഹമാസിൻ്റെ ഭീകരരെ അവിടെ കൊണ്ടുവന്നിട്ട് ഹമ്മർ പോലെയുള്ള അത്യാഡംബര വാഹനങ്ങളിൽ ബൈക്കുകളിലൊക്കെ ഇവരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് ഇന്ത്യ വിരുദ്ധ സമ്മേളനമാണ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഹമാസിനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടിക്കാൻ പോലും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ തിരിച്ചൊരു പണി കൊടുത്തുകൂടാ? അതുകൊണ്ടാണ് അജിത് ഡോവൽ ഉൾപ്പെടെ റോ ഉൾപ്പെടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ചില ആരോപണം ഉയരുന്നത്. ഈ ആരോപണത്തെ നമ്മൾ നിഷേധിക്കാൻ പോകുന്നില്ല, നമ്മൾ സമ്മതിച്ചിട്ടുമില്ല. അപ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ കംപ്ലീറ്റ് തകർന്നു. ആ രാജ്യത്ത് 44% വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം, താരതമ്യേന ജനസംഖ്യ കുറവാണ്, ഗോത്ര വിഭാഗമാണ്, പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമി ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇവർ നേരിടും. അതുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഗറില്ല യുദ്ധമുറയാണ് സ്വീകരിക്കുന്നത്. അതായത് ചാവേറുകളായിട്ട് അവർ ആക്രമണം നടത്തും. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 31 ഇത്തരത്തിൽ വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും 23 പേരെ കൊല്ലുകയും ചെയ്തിരുന്നു. അന്ന് ഈ ആക്രമണം നടത്തിയതിന് പിന്നീട് അവർ ഹാറൂഫ് എന്ന വിളിച്ചിരുന്നത്, അതായത് ഇരുണ്ട കറുത്ത നിറമുള്ള കൊടുങ്കാറ്റ്, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ആർമിയുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായാൽ അവർക്കൊരു ആർമിയുണ്ട്. അപ്പോൾ ഇവർക്ക് ആരാ സഹായം നൽകുന്നത്? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ ധൈര്യപൂർവ്വം സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ റോയാണ് ഇതിന് പിന്നിലെന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് എതിര് നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജീവനും സ്വത്തിനും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഞങ്ങൾ പൂർണ്ണമായും തീർത്തുകളയും, ഞങ്ങൾ ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഇത് പലതവണ പറഞ്ഞിട്ടും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഒരു കുലുക്കവുമില്ല. കാരണം ഗ്വാദർ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ വികസിപ്പിക്കണം, അതുപോലെ അവിടെ പുതിയൊരു എയർപോർട്ട് വരണം. ഇതെല്ലാം നിൽക്കുന്നത് ബലൂചിസ്ഥാൻ ഏരിയയിലാണ്. ഇതിനു വേണ്ടിയിട്ട് ചൈന $63 ബില്യൺ അവിടെ നിക്ഷേപിച്ചു. അപ്പോൾ ചൈന പാക് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു വമ്പൻ പദ്ധതി ചൈന അവിടെ നടപ്പാക്കുന്നു. ഈ നടപ്പാക്കുന്ന പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കാൻ ചൈനീസ് ഉദ്യോഗസ്ഥരോ ചൈനക്കാരായ ലേബേഴ്സ്, അതായത് സാധാരണ തൊഴിലാളികളോ വന്നാൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇന്നലെ പോലും ഹൈവേയിൽ കൂടി പോകുന്ന വാഹനത്തെ 40 പേരടങ്ങുന്ന സായുധ സംഘം തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് വിളിച്ചിരുത്തി വെടിവെച്ച് കൊല്ലുന്നു. ഇത് പഞ്ചാബ് മേഖലയിലുള്ളവരാണ്. അപ്പോൾ പാകിസ്ഥാനിലുള്ള ആൾക്കാരെ തന്നെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ആഭ്യന്തര കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നാണ് അർത്ഥം. ഇനി മറ്റൊന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ്. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ 3-4 മാസങ്ങൾക്ക് മുമ്പ് വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായി. കരണ്ട് പോലും ഇല്ല, എണ്ണയില്ല, അതായത് ഓയിൽ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളില്ല. അവിടുത്തെ ജനങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള കാശ്മീരിൽ ഇന്ത്യ ഒട്ടനവധി വികസന പദ്ധതികൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സ്വതന്ത്രമാകാൻ പോകുന്നു പറഞ്ഞ ഒരു പ്രക്ഷോഭമുണ്ടായി. അന്ന് പാകിസ്ഥാൻ സർക്കാർ ഇടപെടുകയും $83 ബില്യൺ അവിടെ ചെലവഴിച്ച് ഭക്ഷ്യധാന്യങ്ങളും കരണ്ടിൻ്റെ പ്രതിസന്ധിയുമൊക്കെ പരിഹരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ളവർ ആ
രാജ്യം സ്വതന്ത്രമാകണമെന്ന് അത് വലിയ പ്രക്ഷോഭം നടത്തുന്നു. ഇപ്പുറത്ത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെയും പ്രക്ഷോഭം നടത്തുന്നു. കാരണം സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ അവിടെ IS ഉൾപ്പെടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട്. ഇപ്പോൾ തെഹരിക്കെ ഈ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുണ്ട്, IS എന്ന് പറയുന്ന ഭീകര സംഘടനയുണ്ട്. ഇതൊക്കെ തന്നെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും അതുപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുസാഫറാബാദിലുമൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജനജീവിതം സ്വൈര്യമാകും. സ്വാഭാവികമായിട്ടും അവർ അസംതൃപ്തരാകുകയാണെങ്കിൽ ഒരു കലാപം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഇത്തരം ആഭ്യന്തര കലാപം കൂടി ഉണ്ടാവുമ്പോൾ ബലൂചിസ്ഥാനെ രക്ഷിക്കാൻ ആരാണ് വരുന്നത് എന്നുപോലും അറിയാത്തൊരവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഈ സമയത്താണ് ഇന്ത്യയുടെ ഇടപെടൽ ഏറ്റവും നിർണായകമാകുന്നത്. ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായി മാറിയാൽ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ ഗുണകരം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതോടുകൂടി തകർന്നടിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ഭീകരവാദത്തെയൊക്കെ വലിയ രീതിയിൽ വളർത്തുന്ന പാകിസ്ഥാന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി ബലൂചിസ്ഥാനിൽ നിന്നാകുമ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുക തന്നെ വേണം. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് 7 പ്രവിശ്യകളിലെ ജനങ്ങൾ മുഴുവൻ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുകയാണ് എന്നുള്ളതാണ്. ഈ ബലൂചിസ്ഥാൻ മാറുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഭീകരവാദികളെ കയറ്റി അയക്കുന്ന രാജ്യം എന്നാണ് പാകിസ്ഥാൻ അറിയപ്പെടുന്നത്. ഇതേ ഭീകരവാദികളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ആർമിക്ക് ഈ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല. ഇവർ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവർക്ക് പാകിസ്ഥാൻ്റെ പാരമ്പര്യമില്ല, സംസ്കാരമില്ല. മാത്രമല്ല പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്ന 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ ഇവർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊണ്ടതാണ്. അന്ന് ഈ ബലൂചിസ്ഥാന് ഇന്ത്യക്കൊപ്പം ചേരാനാണ് താല്പര്യം. ബലൂചിസ്ഥാൻ കഴിഞ്ഞ് അടുത്ത മേഖല കഴിയുന്നു, അതിനടുത്ത മേഖലയാണ് ഇന്ത്യ. അപ്പോൾ ബലൂചിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേരിട്ട് അതിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇവരെ സഹായിച്ചില്ല. അതിനുശേഷമാണ് ഈ 1947 ഓഗസ്റ്റ് 15 രാത്രിക്ക് ശേഷം അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് അവിടുത്തെ ഭരണാധികാരിയായി എത്തിയ മുഹമ്മദ് അലി ജിന്ന പാക് ആർമിയെ ബലൂചിസ്ഥാനിലേക്ക് അയക്കുന്നു. എന്നിട്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പാകിസ്ഥാനൊപ്പം നിർബന്ധപൂർവ്വം ചേർക്കുന്നു. അന്നു മുതൽ അവിടെ അസംതൃപ്തി തുടങ്ങിയതാണ്. അന്നു മുതൽ ബലൂചിസ്ഥാനിലെ ആളുകൾ ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളടക്കമുള്ള, കുട്ടികളടക്കമുള്ള, പുരുഷന്മാരടക്കമുള്ള ഒരു ചാവേർ സംഘടന രൂപീകരിക്കുന്നത്. ഇവർ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് നേരെ ആക്രമണം നടത്താം. കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം അവിടെ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ഏതാണ്ട് 75 പേരെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ജനുവരി 31 പാകിസ്ഥാൻ്റെ ആർമി പട്ടാളം കാവൽ നിൽക്കുന്ന ഒരു ക്യാമ്പിലേക്ക് എത്തുകയും 17 പട്ടാളക്കാരെ നേരിട്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ BLAയുടെ ഒരു പവർ ആലോചിക്കുക. ഈ BLAക്ക് എവിടുന്ന് പവർ കിട്ടി? പുറകിൽ നിന്ന് സൈനികമായും സാമ്പത്തികമായും സഹായം നൽകണം. അതാരായിരിക്കും? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അവർ പേടിക്കുന്നുണ്ട്, ഇന്ത്യയാണ്. അപ്പോൾ ബലൂചിസ്ഥാനിലെ 12 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ വിഭജിച്ച് ബലൂചിസ്ഥാൻ ഒരു പുതിയ രാജ്യമാകുന്നു. എല്ലാ പിന്തുണയുമായിട്ട് ഇന്ത്യ നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ഹമാസ് ഭീകരവാദികളെ ഉൾപ്പെടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യ വിരുദ്ധ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ നോക്കിയിരിക്കുന്നത്? നമ്മളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ സഹായിക്കുന്നു. ബലൂചിസ്ഥാൻ വിഭജിച്ച് വരട്ടെ. പണ്ട് ബംഗ്ലാദേശ് നമ്മളാണ് വിഭജിച്ച് കൊണ്ടുവന്നത് എന്ന് പറയുന്ന പോലെ ബലൂചിസ്ഥാൻ വിഭജിച്ചാൽ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 50% ഭാഗം രണ്ടായി മാറുകയാണ്. അതോടുകൂടി പാകിസ്ഥാൻ ഒരു കുഞ്ഞൻ രാജ്യമായി മാറും. മാത്രമല്ല അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അപ്പം ബലൂചിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും? ബലൂചിസ്ഥാന്റെ അവസ്ഥ ഒരുപക്ഷെ ഇന്ത്യ സഹായിക്കുന്നതുകൊണ്ട് ബലൂചിസ്ഥാൻ ഒരു പുതിയ രാജ്യമായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.